ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജംഉൽ മുഅന്നസ് അസ്സാലിമു എന്ന അധ്യായമാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ജംഉൽ മുദക്കർ അസ്സാലിമിൻ്റെ അവസാനത്തിൽ വരുന്ന നൂനിനുള്ള ഹർക്കത്ത്, അതേപോലെ നൂനുൽ മുസന്നയുടെ അവസാനത്തിലുള്ള നൂനിൻ്റെ ഹർക്കത്ത്, അതാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. വനൂനു മാ സുന്നിയ വൽ മുൽഹഖി ബിഹ് ബി അക്സിദാക്കസ്തമലൂഹു ഫൻതബി. അതിന് മുമ്പത്തെ വരി വനൂനു മജ്മൂഇ വമാ ബിഹിൽ തഹഖ് ഫഫ്തഹ് വഖല്ലമൻ ബി കസ്രിഹി നതഖ് എന്നുള്ള വരികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ എന്താണ് ജംഉൽ മുഅന്നസ് അസാലിമിൽ പഠിക്കുന്നത്? നമ്മുടെ വിഷയം എന്താണ്? ഇഅ്റാബ് 4 എണ്ണാണെന്ന് പറഞ്ഞ് റഫ്ഉ, നസ്ബ്, ജറ്, ജസ്ം. അതിനുള്ള അലാമത്ത് റഫ്ഇൻ്റെ അലാമത്താണ് ദമ്മ, നസ്ബിൻ്റേത് ഫതഹ, ജറിൻ്റെ കസ്ർ, അതേപോലെ ജസ്മിൻ്റേത് സുക്കൂൻ എന്ന് പറഞ്ഞു. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള അലാമത്തുകളാണ്, അടയാളമാണ് ഇവ തിരിച്ചറിയാൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു, എന്നാൽ ഈ അലാമത്തുകൾക്ക് പകരം അക്ഷരങ്ങൾ വരും, ചിലപ്പോൾ ഹർക്കത്തുകൾ വരും. അക്ഷരങ്ങൾ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ അസ്മാഉൽ ഖംസ ഇസ്മുകളിൽ, പിന്നെ അൽ മുസന്ന, പിന്നെ ജംഉൽ മുദക്കർ സാലിം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. എങ്ങനെയാണ് ഈ ഹറക്കത്തുകൾക്ക് പകരം പിന്നെ ഹർഫുകൾ പകരമായി വന്നിട്ട് ഇഅ്റാബിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജംഉൽ മുഅന്നസ് അസ്സാലിം, അതിൽ അടിസ്ഥാന അടയാളങ്ങളായ ഈ ഹറക്കത്തുകൾ ഉണ്ടല്ലോ, അത് മറ്റു ചില ഹറക്കത്തുകളുമായി മാറിയാണ് എന്തു ചെയ്യുക, പിന്നെ അടയാളമായിട്ട് വരിക. അതാണ് നമുക്ക് ഇവിടെ ഇനി പഠിക്കാനുള്ളത്. മുസന്നയിൽ മുൽഹഖ് ഉണ്ട്, ജംഉ മുദക്കർ അസാലിമിൽ മുൽഹഖ് ഉണ്ട്, അതേപോലെ ജംഉ അൽ മുഅന്നസ് അസാലിമിലും എന്തുണ്ട്, മുൽഹഖായ ഇസ്മുകളുണ്ട്. അപ്പോൾ അതും നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ 2 വരികളിൽ. ജംഉ അൽ മുഅന്നസ് അസ്സാലിം എന്താണ്? ജംഉ മുഅന്നസ് അസ്സാലിം മാ ദല്ല അലാ ഇസ്നതൈനി ബിസിയാദത്തി അലിഫിൻ വതാഇൻ ഫി ആഖിരിഹി എന്നാണ്. മാ ദല്ല അലാ അക്സർ മിൻ ഇസ്നതൈനി, മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നതൈനി, 2 കൂടുതൽ. ഇസ്നതൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീലിംഗമായിട്ടുള്ള 2 കൂടുതൽ അറിയിക്കുന്ന ഇസ്മാണ്. എങ്ങനെ? ബിസിയാദത്തി അലിഫിൻ വതാഇൻ ഫി ആഖിരിഹി, അവസാനത്തിൽ അലിഫും താവും ചേർന്നുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിമാത്തിൻ ഉണ്ടോ? മുസ്ലിമാത്തിൻ, അവിടെ മുസ്ലിമത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് മുസ്ലിമാത്ത്. മുസ്ലിമാത്ത് നോക്കി, ഇവിടെ പിന്നെ മാദല്ല അല അക്സറ മിൻ ഇസ്നതൈൻ. മുസ്ലിമാത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിമത്ത്, 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 ചുരുങ്ങിയത് 3, പിന്നെ അതിനേക്കാൾ കൂടുതൽ. അപ്പം മാദല്ല അല അക്സറ മിൻ ഇസ്നതൈനി, 2 എണ്ണത്തേക്കാൾ കൂടുതൽ അറിയിച്ചു. 2 എണ്ണം അത് സ്ത്രീലിംഗാണ്. ഇസ്നതൈനി, അക്സറ മിൻ ഇസ്നതൈനി, 2 എണ്ണത്തിനേക്കാൾ കൂടുതൽ അറിയിച്ചു. അത് അറിയിച്ചത് ബിസിയാദത്തി അലിഫിൻ വതാഇൻ ഫി ആഖിരിഹി എന്നാണ്. ഈ മുഫ്രദിൻ്റെ ഒടുവിൽ അലിഫും താവും ചേർന്നിട്ടാണ്. അപ്പോൾ 2 കൂടുതൽ അറിയിക്കുക, അവസാനത്തിൽ അലിഫും താവും ചേരുക. ഇങ്ങനെയുള്ള ബഹുവചനങ്ങളൊക്കെയാണ് ജംഉൽ മുഅന്നസ് അസ്സാലിം എന്ന് പറയാം. സാലിം എന്ന് പറയാം. മുഫ്രദ് ആയ പദത്തിലുള്ള ഈ താ ഉണ്ടല്ലോ, ഈ താ, അത് പിന്നെ ഇത് സ്ത്രീലിംഗാണ് എന്നറിയിക്കാനുള്ള താ ആണ്, താഉൽ മർബൂത്ത. ഈ താ ജംഉ മുഅന്നസ് അസ്സാലിമാക്കുമ്പോൾ അത് കളയപ്പെടും. യഥാർത്ഥത്തിൽ അത് താ അല്ല, അത് ഹ ആണ്. പക്ഷേ പിന്നെ അതിന് ഈ ഹാഇനെ താ ആയിട്ടാണ് എഴുതപ്പെടുക. അല്ലെങ്കിൽ മുസ്ലിമ, മുഅ്മിന, ഇങ്ങനെയാണ്. പക്ഷേ അത് താ ആയിട്ടാണ് എഴുതപ്പെടുക. എന്തായാലും ഈ സ്ത്രീലിംഗം മുസ്ലിമത്ത് എന്നുള്ളതായ ഈ പദം അതിനെ ജമ്മാക്കുമ്പോൾ അതിൻ്റെ ഈ ഏകവചനത്തിലുള്ള താ കളയപ്പെടും. എന്തിനാണ് കളയുന്നത്?
ഇവിടെ മുസ്ലിമാത്തുൻ എന്ന് പറയുമ്പോൾ ഈ അലിഫും താവും സ്ത്രീലിംഗത്തെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീലിംഗത്തെ അറിയിക്കാനുള്ള രണ്ടാമതൊരു അടയാളം ഇവിടെ വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഏറെയുള്ള ഈ ത അത് ജമ്മാക്കുമ്പോൾ അതിനെ കളയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമാത്തുൻ. ഇവിടെ നോക്കിയേ, മുസ്ലിമുൻ എന്നുള്ളതാണ് അടിസ്ഥാന പദം. അത് സ്ത്രീലിംഗമാണെന്ന് അറിയിക്കാനാണ് താ വന്നത്. അത് അസലിൽ താ അല്ലാതെ ഹായാണ്. ഏതായാലും ഈ മുസ്ലിമുൻ എന്നതിൽ അതിനെ ഇങ്ങനെ ജമ്മാക്കുമ്പോൾ അടിസ്ഥാന പദത്തിൽ മാറ്റം വരുന്നില്ല. നമ്മൾ പറഞ്ഞു കലമുൻ എന്നതിൻ്റെ ജമ്മ് അഖ്ലാം, അഖ്ലാം. ഇവിടെ കലമുൻ എന്നതിനെ ജമ്മാക്കിയപ്പോൾ അഖ്ലാമുൻ ഈ മുഫ്രദിൽ ഏകവചനത്തിൽ കുറേ മാറ്റം വന്ന് ഏറൊരു ആ വന്ന്, പിന്നെ ഖാഫിന് ഫതഹായിരുന്നു, അത് സുക്കൂനായി, പിന്നല്ല അവിടെ അലിഫ് ചേർന്ന്. അപ്പോൾ ഇതിൽ കുറേ മാറ്റം വന്നു. അതുകൊണ്ടാണ് ഇതിന് ജമ്മു തക്സീർ എന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിമുൻ എന്നതിനെ ജമ്മാക്കുമ്പോൾ മുസ്ലിമാത്തിന് എന്നാക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഏകവചനത്തിൽ വ്യത്യാസം വരുന്നില്ല, മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ജമ്മുസാലിം ഏകവചനത്തിൽ മാറ്റം വരുന്നത് കൊണ്ട് ജമ്മു തക്സീർ എന്ന് പറയും. ഏകവചനം സുരക്ഷിതമായി മാറ്റം വരാതെ നിൽക്കുമ്പോൾ അതാണ് അസാലിം, സുരക്ഷിതമായ ജമ്മ എന്ന് പറയുന്നത്, സുരക്ഷിതമായ ജമ്മ എന്നതിന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഇത്തരം ജമ്മിനെ ജമ്മുൽ മുഅന്നസിൻ്റെ ജമ്മാണ്. കാരണം മുസ്ലിമത്തുൻ എന്നുള്ളത് എന്താണ്? മുസ്ലിം സ്ത്രീ എന്നുള്ളതാണ്. മുഅ്മിനത്തുൻ, ഹിന്ദുൻ, ഹിന്ദാത്തുൻ, ഇങ്ങനെ ഇത് പിന്നെ മുഅന്നസായിട്ടുള്ള പ്രയോഗമാണ്, മുഅന്നസായിട്ടുള്ള പദമാണ്. അതിൻ്റെ ജമ്മാണ്. അതുകൊണ്ടാണ് ജമ്മുൽ മുഅന്നസ് എന്ന് പറയുന്നത്. പിന്നെ ഏകവചനത്തിൽ എന്ത് ചെയ്യണില്ല, മാറ്റം വരുന്നില്ല, അതിനെ ജമ്മാക്കുമ്പോൾ. അതുകൊണ്ടാണ് അത് അസാലിമു, ഈ ജമ്മ് സാലിമായ ജമ്മാണ്. മാറ്റം വരാതെ, മുഫ്രദിൽ മാറ്റം വരാതെ സുരക്ഷിതമായിട്ടുള്ള ജമ്മാണ്. മനസ്സിലായോ? ഇതിപ്പോൾ ഈ ജമ്മുൽ മുഅന്നസിൻ്റെ ജമ്മ എന്ന് പറയുമ്പോൾ മുഅന്നസ് പല നിലക്ക് വിധിക്കും. ഇപ്പോൾ നമ്മൾ തൽഹത്തുൻ എന്നുള്ളത് ലഫ്ദിയായിട്ട് എന്താണ്? ഇത് മുഅന്നസാണ് എന്നതിന് പറയാം. കാരണം അതിലെന്തുണ്ട്? ഈ താ വന്നിട്ടുണ്ട് എങ്കിൽ അത് സ്ത്രീലിംഗത്തെയാണ് അറിയിക്കുന്നത്. അപ്പോൾ പദത്തിൽ എന്താണ് ഈ തൽഹത്തുൻ എന്നുള്ളത്? ലഫ്ദിയായിട്ട് മുഅന്നസാണ്, ഹഖീഖത്തൻ അത് മുഅന്നസല്ല, മുദക്കറാണ്, തൽഹത്താണെന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ഇതിനെ തൽഹാത്ത് എന്ന് അതിൻ്റെ ബഹുവചനം പറയും. ഹംസത്തുൻ, ഹംസാത്ത് എന്ന് പറയുന്നത് പോലെ. ഇതേപോലെ ഷജറത്തുൻ, ഷജറാത്ത്. മനസ്സിലല്ലേ? പിന്നെ സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന പിന്നെ അടയാളങ്ങൾ വേറെയുണ്ട്. സ്ത്രീലിംഗത്തെ അറിയിക്കാൻ കുറേ അടയാളങ്ങളുണ്ട് ഇസ്മിൽ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ മക്സൂറായ ഇസ്മ്, അലിഫ് മക്സൂറ വന്നാൽ, ഇപ്പോൾ പിന്നെ ഹുബുല എന്നുള്ളത് അത് മുഅന്നസാണ്. കാരണം ഹുബുല എന്നുള്ള ആ അലിഫ് മക്സൂറയാണ്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന പദമാണ്. അതേപോലെ തന്നെ സഹറ എന്നുള്ള പദം അലിഫ് മംദൂദ എന്ന് പറയും. അത് സ്ത്രീലിംഗത്തെ അറിയിക്കുന്നതാണ്. സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന ഇതേപോലെ വേറെ പിന്നെ പദങ്ങളുണ്ട്. അതേപോലെ തന്നെ ശൈലികളുണ്ട്. വിഷയം മുഅന്നസിൻ്റെ ജമ്മാണ്. അത് മുഫ്രദിൽ മാറ്റം വരാതെയുള്ള ജമ്മായതുകൊണ്ട് അതിന് അസാലിമു എന്ന് പറയും. ജംഉൽ മുഅന്നസ് അസാലിം എന്ന് പറയും. തയ്യിബ്, നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ ജമ്മു മുഅന്നസ് അസാലിം എന്ന് പ്രയോഗിച്ചതേ ഇല്ല. ജമ്മു മുഅന്നസ് അസാലിം എന്ന് പ്രയോഗിച്ചതേ ഇല്ല. പിന്നെന്താ പ്രയോഗിച്ചത്? വമാ ബിതാ വഅലിഫിൻ ഖദ് ജുമിഅ യുക്സറു ഫിൽ ജർരി വഫിൻ നസ്ബി മഅ കദാ ഉലാതു വല്ലദി ഇസ്മൻ ഖദ് ജുഇൽ കഅദ്രിആത്തിൻ ഫീഹി ദാ ഐദൻ ഖുബിൽ. വമാ ബിതാ വഅലിഫിൻ ഖദ് ജുമിഅ യുക്സറു ഫിൽ ജർരി വഫിൻ നസ്ബി മഅ കദാ ഉലാതു വല്ലദി ഇസ്മൻ ഖദ് ജുഇൽ കഅദ്രിആത്തിൻ ഫീഹി ദാ ഐദൻ ഖുബിൽ. അദ്ദേഹം പറഞ്ഞത് വമ യാതൊന്ന്,
ബിത്ത താ കൊണ്ടും വ അലിഫിൻ അലിഫ് കൊണ്ടും ഖദ് ജുമിയ അത് ജമ്മാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വമാ ഖദ് ജുമിയ ബിത്ത വ അലിഫിൻ വമാ യാതൊന്ന് ഖദ് ജുമിയ ഇവിടെ എന്നുള്ള അലിഫുണ്ടല്ലോ, അത് കവിതയ്ക്ക് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഖദ് ജുമിയ ഇങ്ങനെയാണ്, ഖദ് ജുമിയ. വമാ യാതൊന്ന് ഖദ് ജുമിയ അത് ജമ്മാക്കപ്പെട്ടിരിക്കുന്നു ബിത്ത താ കൊണ്ടും വ അലിഫിൻ അലിഫ് കൊണ്ടും. അപ്പോൾ താ കൊണ്ടും അലിഫ് കൊണ്ടും ജമ്മാക്കപ്പെട്ടത്. ഇവിടെ ഈ ത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താ മഫ്തൂഹയാണ്. അലിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പിൽ വരുന്ന അലിഫാണ്. ഇപ്പം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഹിന്ദുൻ, ഹിന്ദുൻ, ഹിന്ദ് എന്ന സ്ത്രീ. ഇത് അക്സറമിൻ ഇസ്നത്തൈൻ രണ്ടിലേറെ അറിയിക്കാനുള്ള പ്രയോഗമാകുമ്പോൾ ഹിന്ദാത്തുൻ, കുറേ ഹിന്ദുമാർ, കുറേ ഹിന്ദുമാർ, ഹിന്ദാത്തുൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹിന്ദുൻ എന്നുള്ളതിനെ ജമ്മാക്കി. എന്തുകൊണ്ട്? ബിത്ത താ കൊണ്ടും വ അലിഫിൻ അലിഫ് കൊണ്ടും. ഈ ത നമ്മൾ പറഞ്ഞ പിന്നെ ഈ താ മർബൂത്തയല്ല, പിന്നെയോ താ മഫ്തൂഹാണ്. അപ്പോൾ താ കൊണ്ടും അലിഫ് കൊണ്ടും ജം ആക്കപ്പെട്ടത് അതാണ്. വമാ ബിത്ത വ അലിഫിൻ ഖദ് ജുമിയ താ കൊണ്ടും അലിഫ് കൊണ്ടും ജം ആക്കപ്പെട്ട യാതൊന്ന് യുക്സറു കസ്ർ ചെയ്യപ്പെടും ഫിൽ ജർരി ജറിൻ്റെ അവസ്ഥയിലും ഒഫിൻ നസ്ബി നസ്ബിൻ്റെ അവസ്ഥയിലും മഅൻ ഒരുപോലെ, മഅൻ ഒരുപോലെ. ഒന്നുകൂടി വമാ യാതൊന്ന് ബിത താ കൊണ്ടും വ അലിഫിൻ അലിഫ് കൊണ്ടും ഖദ് ജുമിഅ അത് ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള യാതൊന്ന് യുക്സറു കസർ ചെയ്യപ്പെടും ഫിൽ ജർരി ജറിൻ്റെ ഹാലിലും വഫിൻ നസ്ബി നസ്ബിൻ്റെ ഹാലിലും മഅൻ ഒരുപോലെ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഹിന്ദാത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഹിന്ദാത്തിനെ കൊണ്ടുവരാം. ഹിന്ദാത്ത് ഹിന്ദുൻ എന്നതിനെയാണ് എന്ത് ചെയ്തത് നമ്മൾ അലിഫ് കൊണ്ടും താ കൊണ്ടും എന്ത് ചെയ്തത് ജമ്മാക്കിയത്. അപ്പോൾ ഹിന്ദാത്തുൻ കുറേ ഹിന്ദുമാർ. അപ്പം നമ്മൾ ജറിൻ്റെ അവസ്ഥയിൽ അതേപോലെ നസ്ബിൻ്റെ അവസ്ഥയിൽ റഅയ്തു അതാണ് ഞാൻ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു ഫിഅലുമാണ് ഫായിലുമാണ്. അപ്പോൾ ഇനി അതിന് മഫ്ഊലും ബിയാണ് വേണ്ടത്, മനസ്സിലായി? അതാണ് ഹിന്ദാത്ത്. ഞാൻ ഹിന്ദുമാരെ കണ്ടു എന്നാണ്. ഞാൻ ഹിന്ദുമാരെ കണ്ട്, കുറേ ഹിന്ദു എന്ന പേരുള്ള സ്ത്രീകളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യുക്സറു ഫിൻ നസ്ബ്, ഇവിടെ നസ്ബിൻ്റെ അവസ്ഥയാണല്ലോ, മഫ്ഊലും ബിയാണ്. അപ്പോൾ റഅയ്തു ഹിന്ദാത്തിൻ, റഅയ്തു ഹിന്ദാത്തിൻ. ഹിന്ദാത്ത് മഫ്ഊലും ബിഹി മൻസൂബും ബിൽ ജർരി, മൻസൂബും ബിൽ കസ്റത്തി, മഫ്ഊലും ബിഹി മൻസൂബും ബിൽ കസ്റത്തി, മഫ്ഊലും ബിഹി മൻസൂബും ബിൽ കസ്റത്തി, കസ്റത്തി കസ്ർ കൊണ്ടാണ് നസ്ബ് കണ്ടോ. അതേപോലെ തന്നെ മറർത്തു ഞാൻ നടന്നു, ബി ഹിന്ദാത്തിൻ, ബി ഹിന്ദാത്തിൻ കണ്ട. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ബാ വന്ന ഹർഫുൽ ജറ്. അപ്പോൾ ഹിന്ദാത്തിൻ എന്നുള്ളത് എന്താണ്? മജ്റൂറാണ്, മജ്റൂറാണ്. ജറ് കസ്റത്ത് കൊണ്ടാണ്, നസ്ബ് കസ്റത്ത് കൊണ്ടാണ് കണ്ട. ഇവിടെ ബാ വന്നതുകൊണ്ട് ഹിന്ദാത്തിന് തന്നെ പറയാം, ജറ് കസ്റത്ത് കൊണ്ടാണ്, ജറ് കസ്റത്ത് കൊണ്ടാണ് കണ്ടോ. അത് അലാമാത്തുൽ ഇറാബിൽ അസ്ലിയായ അലാമത്തിനാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നസ്ബിൻ്റെ സന്ദർഭത്തിൽ നോക്കി, നസ്ബ് ഫതഹ കൊണ്ടാണ്, നസ്ബ് ഫതഹ കൊണ്ടാണ് അസലിൽ. പക്ഷേ ഇവിടെ നസ്ബിന് പകരം ആരാണ് വന്നത്? ജറാണ് വന്നത്. അപ്പോൾ ഈ ജറ് എന്താണ്? നായിബായ ഇറാബിൻ്റെ അലാമത്താണ്, നായിബായ അലാമത്താണ്. ആർക്ക് നായിബായിട്ടാണ് ജറ് വന്നത്? നസ്ബിന് നായിബായിട്ടാണ് വന്നത്, മനസ്സിലായോ? അസ്ലിയായ ഇറാബായിരുന്നെങ്കിൽ റഅയ്തു ഹിന്ദാത്തൻ എന്നാ പറയാം. പക്ഷേ ഇവിടെ ഇത് ജമ്മുൽ മുഅന്നസ് അസ്സാലിമാണ്. ഈ ജംഅ് അലിഫും താവും ചേർന്ന് വന്നുണ്ടായ ജംആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നസ്ബ് കസ്റത്ത് കൊണ്ടാണ്, റഅയ്തു ഹിന്ദാത്തിൻ. ഇവിടെ ഗ്രന്ഥകാരൻ എന്ത് പറഞ്ഞിട്ടില്ല? റഫിൻ്റെ ഹാല് പറഞ്ഞിട്ടില്ല, റഫിൻ്റെ ഹാല് പറഞ്ഞിട്ടില്ല. റഫിൻ്റെ ഹാൽ എന്താണ്? ഹിന്ദാത്തുൻ ആണോ? ഹിന്ദാത്തുൻ. ഹാ ഉലായി, ഹാ ഉലായി ഇക്കൂട്ടർ ഹിന്ദാത്തുൻ ഹിന്ദുമാരാകുന്നു കണ്ടോ. ഹാ ഉലായി മുബ്തദയാണ്, ഹിന്ദാത്തുൻ ഖബറാണ്. ഖബർ മർഫൂആണ്, മർഫൂ ദമ്മത്ത് കൊണ്ടാണ്.
റഫ് ലമ്മത്ത് കൊണ്ടാകുക എന്നുള്ളത് അസിലാണ്, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഗ്രന്ഥകാരൻ അത് പറഞ്ഞിട്ടില്ല. എന്നാൽ റഫിൻ്റെയും നസ്ബിൻ്റെയും എന്നാൽ നസ്ബിൻ്റെയും ജെറിൻ്റെയും വിഷയം ഇവിടെ പറഞ്ഞു. കാരണം ജെറും നസ്ബും കെസ്റത്ത് കൊണ്ട് ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ജെറ് കെസ്റത്ത് കൊണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നസ്ബും കെസ്റത്ത് കൊണ്ട് എന്ന് പഠിപ്പിക്കാനാണ് നമ്മുടെ ഗ്രന്ഥകാരൻ ഈ ഒരു വിഷയം ഇവിടെ ഇങ്ങനെ ഈ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചത്. അതിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉദാഹരണം മനസ്സിലായില്ല. ഈ വമാബിത്ത വ അലിഫിൻ, താ കൊണ്ടും അലിഫ് കൊണ്ടും ഖദ് ജുമിയ ജംആക്കപ്പെട്ടത്, തീർച്ചയായും ജംആക്കപ്പെട്ടത് യുക്സറു ഫിൽ ജർരി, ജറിൻ്റെ അവസ്ഥയിൽ കസർ ചെയ്യപ്പെടും. വഫിൻ നസ്ബി, നസ്ബിൻ്റെ അവസ്ഥയിലും കസർ ചെയ്യപ്പെടും. മഅൻ, ഒരുപോലെ. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജമ്മു അൽ മുഅന്നസ് അസാലിം എന്നല്ല പറഞ്ഞത്, പിന്നെയോ വമാ ബിതാ വ അലിഫിൻ, താ കൊണ്ടും അലിഫ് കൊണ്ടും ഖദ് ജുമിയ ജംആക്കപ്പെട്ട യാതൊന്ന് യുക്സറു, അത് കസർ ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? അത് അദ്ദേഹം പറയാൻ കാരണം ചില മുദക്കർ ആയ പ്രയോഗങ്ങളുണ്ടല്ലോ, അത് ഈ അലിഫും താവും കൊണ്ട് ജമ്മാക്കപ്പെടും. ഏതുപോലെ ഹമ്മാം എന്നുള്ള പ്രയോഗം നോക്കിയേ, ഇത് മുദക്കറാണ്, പക്ഷേ ഇതിൻ്റെ ജമ്മ എന്താണ്? ഹമ്മാമാത്ത് എന്നാണ്. നോക്കിയാൽ ഈ ഹമ്മാം എന്നുള്ള ഏകവചനത്തിലേക്ക് ബിത്ത, തായും വ അലിഫിൻ, അലിഫും ഉണ്ടോ, ഇത് ചേർന്നാണ് ജമ്മായത്. ഉണ്ടോ, ഹമ്മാമാത്ത് എന്നുള്ളത് അലിഫും താവും ചേർന്ന് ജമ്മായി. അപ്പോൾ ഇത് ജമ്മു മുഅന്നസ് അസാലിമിൻ്റെ രീതിയാണ്. പക്ഷേ അതിൻ്റെ മുഫ്രദ് നോക്കിയ ഏകവചനം അത് മുദക്കറാണ്. അപ്പോൾ മുദക്കറാണ് അസിലിൽ, പക്ഷേ ജമ്മ് അലിഫും താവും ചേർന്നാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്തബിൽ എന്ന് പറയും. ഇസ്തബിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരാലയത്തിനാണ് പറയുക. അതിന് ഇസ്തബലാത്ത് എന്നാണ് പറയുക. ഇസ്തബൽ എന്നുള്ള ആ അലിഫ് അടിസ്ഥാന പദം മുഫ്രദാണ്, പക്ഷേ അതിൻ്റെ ബഹുവചനം ഇസ്തബലാത്ത്, അലിഫും താവും ചേർന്നാണ്. അപ്പോഴും അതെന്തല്ല, അസില് മുഅന്നസായ സ്ത്രീലിംഗമായിട്ടുള്ള ഒരു മുഫ്രദല്ല. മനസ്സിലായി? പിന്നെ മുദക്കറാണ്, പുല്ലിംഗമാണ്. ആ പുല്ലിംഗത്തിനാണ് ഇങ്ങനെ ജമ്മു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ്റെ ഒരു ശൈലി ഏതൊരു പദമാണോ അലിഫും താവും ചേർന്ന് അത് ജമ്മായിട്ടുള്ളത്, അതൊക്കെ എന്താണ്, അതിനൊക്കെയുള്ള ഈ ഇറാബ്, അതിനൊക്കെ ഈ പറയപ്പെട്ട ഇറാബ് ബാധകമാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് ഇനി ഇതിലൊരു വിഷയം ഉണ്ട്. അതേപോലെ എന്താണ് നമ്മൾ പറഞ്ഞേ, ജമ്മ് മുദക്കർ അസാലിമാണ്. ഈ ജമ്മ് അൽ മുഅന്നസ് അസാലിമാണ് എന്ന് പറയുന്നത്. സാലിം എന്ന് പറഞ്ഞാൽ മുഫ്രദിൽ അത് ജമ്മാക്കുമ്പോൾ മാറ്റം വരില്ല എന്നുള്ളതാണ്. മുഫ്രദിൽ അത് ജമ്മാക്കുമ്പോൾ മാറ്റം വരില്ല. അപ്പോൾ മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ, മുഅ്മിനത്തുൻ, മുഅ്മിനാത്തുൻ ഇങ്ങനെയാണ് പറയാം. പക്ഷേ എന്നാൽ ചില പദങ്ങളുണ്ടല്ലോ, അലിഫും താവും ചേർന്ന് വരുമ്പോൾ മാറ്റം വരുന്നതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റക്അത്തുൻ, ഓക്കെ, ഇവിടെ കാക്ക് സുക്കൂനാണ്. റക്അത്തുൻ, ഇതിൻ്റെ ബഹുവചനം എന്താണ്? റക്അത്തുൻ എന്നാണ്. സജിദത്തുൻ, ഇതേപോലെ തന്നെ സജദാത്തുൻ ഉണ്ടോ. അതേപോലെ തന്നെ പിന്നെ റഖ്ദാത്തുൻ ഇങ്ങനെ കുറേ പദങ്ങൾ കാണാൻ സാധിക്കും. സറഹാത്തുൻ ഉണ്ടോ. ഇവിടെ ഈ റാക്ക് ഈ കാഫിന് സുക്കൂനാണ്. സജിദത്തുൻ എന്നുള്ളതിൽ സജിദത്തുൻ ജാക്ക് സുക്കൂനാണ്. പക്ഷെ അതിനെ ജമ്മാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ജമ്മാക്കുമ്പോൾ അതുണ്ടോ, ഇവിടെ ഫതഹത്താണ്. സജദാത്ത് സുക്കൂന് പോയി, അതിന് പകരം ഫതഹത്താണ് ജമ്മാക്കുമ്പോൾ. അപ്പോൾ മുഫ്രദ് ഇവിടെ സാലിമല്ല, മുഫ്രദ് ഇതിലെന്തല്ല, സാലിമല്ല. ഇതേപോലെ കുറേ പദങ്ങളുണ്ട്. എങ്ങനെ? അലിഫും താവും ചേരുമ്പോൾ
ജം അൽ മുഅന്നസ് അസാലിം, ജം അൽ മുഅന്നസ് അസാലിം എന്ന് പിന്നെ വിധിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ ബഹുവചനങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഗ്രന്ഥകാരൻ ഈ ഒരു ശൈലി പ്രയോഗിച്ചത്. തായും അലിഫും ചേർന്ന് വന്ന് ജമ്മാകുന്നതൊക്കെ അത് സാലിമാകട്ടെ, മുഅന്നസ് മുഫ്രദ് മുഅന്നസ് സ്ത്രീലിംഗമായതാകട്ടെ, അലിഫും താവും ചേർന്ന് വന്നാണ് ജമ്മായത്. അതൊക്കെ യുക്സറു ഫിൽ ജർരി വഫിൻ നസ്ബി മഅൻ എന്നാണ്. ജറിൻ്റെ അവസ്ഥയിലും നസ്ബിൻ്റെ അവസ്ഥയിലും ഒരുപോലെ കെസ്ർ ചെയ്യപ്പെടും എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നമുക്കൊന്നുകൂടി ചില ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. അതും പിന്നെ അതിൻ്റെ ജമ്മുൽ മുഅന്നസ് അസാലിമിനോട് മുൽഹഖായവയുടെ വിഷയത്തിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്.